ലെറ്റ്സ് ബി റിയൽ. ഇന്നത്തോടു കൂടി ഈ പരിപാടി നിർത്തുകയാണ്. ഇനിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ഭോഗം ചെയ്യും. പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെ സംഭവിക്കും. എന്നിട്ട് കുറ്റബോധം ഉണ്ടാവും. ഇതാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സിൻസ് ഇറ്റ്സ് എൻ നവംബർ, ഇന്ന് നമ്മൾ സ്വയംഭോഗം എങ്ങനെ എഫക്റ്റീവായ രീതിക്ക് നിർത്താം ഓർ കൺട്രോൾ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നവംബറിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് എപ്പോഴും. ആദ്യമേ മനസ്സിലാക്കുക, മാസ്റ്റർബേഷൻ ഒരു നോർമൽ ആക്ടിവിറ്റിയാണ്. അതൊരു പാപമോ കുറ്റമോ ഒന്നുമല്ല. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. സോ നിങ്ങൾ ഓവറായി മാസ്റ്റർബേഷൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വർക്ക്, സ്കൂൾ, സോഷ്യൽ ഗ്യാതറിംഗ്, ജിം തുടങ്ങിയവയൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറായി മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂട്ടാം. ഇനി എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ലൈക്ക് ബോറടിക്കുമ്പോഴാണോ, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണോ, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണോ? യു നോ ദി ആൻസർ. എപ്പോൾ, എന്തുകൊണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് കൺട്രോൾ ചെയ്യാൻ ഈസിയാക്കും. സോ ഇനി ചെയ്യില്ല എന്ന് ഓർത്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് നിർത്താൻ ഇത്ര പാട് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിനർത്ഥം നിങ്ങൾ വീക്കാണ് എന്നല്ല, അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ലെറ്റ് മീ ടെൽ യു മോർ. മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്ന ഫീല് തരുന്ന കെമിക്കലാണിത്. സോ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കും, കൊള്ളാം, പൊളി സാധനം, നല്ല ഫീല്, ഒന്നുകൂടെ ചെയ്യാം. ഇതിൽ നിന്ന് കുറഞ്ഞ എഫർട്ടിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്ലഷറാണ് ഉണ്ടാകുന്നത്. കാലക്രമേണ പഠിത്തം, ജിം തുടങ്ങിയ നോർമൽ ആക്ടിവിറ്റീസ് ഇതിന്റെ അത്ര ഇൻസ്റ്റന്റ് പ്ലഷർ തരാതെയാവും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മാസ്റ്റർബേഷനിലൂടെ കിട്ടുന്ന ചീപ്പ് ഡോപ്പമൈനിന് വേണ്ടി ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് നിർത്താൻ പറ്റാത്തത്. ബട്ട് ഡോണ്ട് വറി, ഇന്നത്തെ വീഡിയോയിൽ മാസ്റ്റർബേഷൻ നിർത്താനുള്ള 9 പവർഫുൾ ഹാക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ആക്കാതെ വീഡിയോ അവസാനം വരെ കാണുക. 1. ഫിസിക്കൽ ആക്ടിവിറ്റി. വെയിറ്റ് ലിഫ്റ്റിംഗ്, റണ്ണിംഗ്, സ്വിമ്മിംഗ്, പ്ലേയിങ് ഗെയിംസ് തുടങ്ങിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നു. മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ചീപ്പ് ഡോപ്പമൈൻ അല്ല, സ്ട്രോങ്, നാച്ചുറൽ, സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്. ഇതേസമയം നിങ്ങളുടെ ബോഡി എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നു. അതായത് നാച്ചുറൽ ഫീൽ ഗുഡ് ഹോർമോൺസ്. ഡോപ്പമൈൻ സഡൻ റിവാർഡാണ് നൽകുന്നതെങ്കിൽ എൻഡോർഫിൻസ് നിങ്ങളെ ഹാപ്പി, കോൺഫിഡന്റ്, മോട്ടിവേറ്റഡ് ആക്കുന്നു. അതും എനർജി ഡ്രെയിൻ ആക്കാതെ തന്നെ. ഇവയിലൂടെ നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ ചെയ്യാനുള്ള തോന്നൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്ലസ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ക്ഷീണം കാരണം നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യാൻ ഓർക്കില്ല. 2. സ്റ്റേ ബിസി വിത്ത് ന്യൂ തിങ്സ്. അനാവശ്യമായ ഫ്രീ ടൈംസ് ഒഴിവാക്കുക. ഒരുപാട് ഫ്രീ ടൈം കിട്ടിയാൽ, പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യാനുള്ള ട്രിഗർ ഉണ്ടാകും. അതൊഴിവാക്കാനായി സ്വയം ഒക്യുപ്പൈഡ് ആയിട്ടിരിക്കുക. ഒരു റൂട്ടീൻ ഉണ്ടാക്കുക, റൂം ക്ലീൻ ചെയ്യുക, പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്യുക, ബുക്സ് വായിക്കുക, യു നെയിം ഇറ്റ്. ഇതിലൂടെ ഫ്രീ ടൈം കിട്ടുന്നത് കുറയ്ക്കാനും ട്രിഗർ ഉണ്ടാവുന്നത് കുറയ്ക്കാനും സാധിക്കുന്നു. ഇനി ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ പറമ്പ് വൃത്തിയാക്കാം, റൂമിൽ പുതിയ പെയിന്റ് അടിക്കാം, റൂം റീഅറേഞ്ച് ചെയ്യാം, ആൻഡ് സോ ഓൺ. 3. ട്രൈ ന്യൂ ഹോബീസ്. വെറുതെ ഇരിക്കുമ്പോഴാണ് ട്രിഗർ ഉണ്ടാകുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായി ക്രിയേറ്റീവായി എന്തെങ്കിലും ഹോബീസ് ഡിസ്കവർ ചെയ്യുക. ലൈക്ക് ഫോട്ടോഗ്രാഫി, ഡ്രോയിങ്, മ്യൂസിക്, കുക്കിംഗ്, ഗാർഡനിങ്, കണ്ടന്റ് ക്രിയേഷൻ, യു നെയിം ഇറ്റ്. ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് ഈ ഹോബീസിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ ചിന്തകളൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. ഓൾസോ നിങ്ങളുടെ ഉള്ളിലെ അറിയപ്പെടാതെ പോയ പാഷൻ, ഇൻട്രസ്റ്റ്, അങ്ങനെ പുതിയ നിങ്ങളെ തന്നെ കണ്ടെത്താൻ സാധിച്ചേക്കും. എനിവേ ഇറ്റ്സ് എ വിൻ വിൻ. 4. ചേഞ്ച് യുവർ ടൈം. ദിസ് വൺ ഈസ് സൈക്കോളജിക്കൽ ബട്ട് വെരി എഫക്റ്റീവ്. നിങ്ങൾ സ്ഥിരമായി ഒരു നിശ്ചിത സമയത്താണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് നൈറ്റ്, മോർണിംഗ് ഓർ ഈവനിംഗ്, നിങ്ങളുടെ ബ്രെയിനും ആ സമയവും ആ ശീലവുമായി ലിങ്ക്ഡ് ആയിരിക്കും. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായി സ്ഥിരം സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, രാത്രിയാണ് നിങ്ങൾക്ക് ട്രിഗർ ഉണ്ടാകുന്നതെങ്കിൽ നേരത്തെ കിടക്കുക, ആരെങ്കിലും കോൾ ചെയ്യുക, പുസ്തകം വായിക്കുക, ജേർണലിംഗ്, യൂട്യൂബ് വീഡിയോസ്, നെറ്റ്ഫ്ലിക്സ്, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഓർ എനിത്തിങ്. ഇതിലൂടെ ആ യൂഷ്വൽ ടൈമിൽ പുതിയ ആക്ടിവിറ്റീസ് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പഴയ ദുശീലം എക്സ്പെക്ട് ചെയ്യില്ല. ഒരു തവണ നിങ്ങളുടെ എൻവയോൺമെന്റ് മാറ്റിയാൽ ബാക്കി തനിയെ ശരിയായിക്കോളും. 5. കട്ട് കോൺ കംപ്ലീറ്റ്ലി. ഇതാണ് ഏറ്റവും വലിയ ട്രാപ്പ്. കോൺ വീഡിയോസ് നിങ്ങളുടെ ബ്രെയിനിനെ അൺറിയലിസ്റ്റിക് പ്ലഷർ എക്സ്പെക്ട് ചെയ്യാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും. സോ അടുത്ത തവണ നിങ്ങൾ അതിനേക്കാളും എക്സ്ട്രീം ലെവൽ വീഡിയോസ് തപ്പിക്കൊണ്ടേയിരിക്കും ഫോർ ദാറ്റ് ഫേക്ക് ഡോപ്പമൈൻ. സോ നിങ്ങൾ വീഡിയോ കാഴ്ച നിർത്തിയാൽ ബ്രെയിൻ നോർമൽ സ്റ്റേറ്റിലേക്ക് തനിയെ എത്തിക്കോളും. തുടക്കത്തിൽ അത്ര എളുപ്പമായിരിക്കില്ല, ബട്ട് ഇറ്റ്സ് ടോട്ടലി ഓക്കെ. അതിനുള്ള വഴിയാണ് അടുത്ത പോയിന്റ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 6. ക്ലിയർ യുവർ ഇൻസ്റ്റഗ്രാം ഫീഡ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണെങ്കിൽ, ലൈക്ക് മോഡൽസിന്റെയോ ആക്ട്രസിന്റെയോ ഫോട്ടോസ് ഓർ റീൽസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ, അത് പെട്ടെന്ന് നിങ്ങളെ ട്രിഗർ ചെയ്യും. നിങ്ങൾ അങ്ങനെയുള്ളത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒടുവിൽ കോൺ വീഡിയോസിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ താഴെയുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക. ടെംപ്റ്റഡ് ആക്കുന്ന മോഡൽസിനെയും ആക്ട്രസിനെയും അൺഫോളോ ചെയ്യുക. സോഷ്യൽ മീഡിയ അൽഗോരിതം പെട്ടെന്ന് ലേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്കകം നിങ്ങളുടെ ഫീഡ് ക്ലീൻ ആകും. 7. സെറ്റ് സ്മോൾ ഗോൾസ്.
ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നാളെ മുതൽ ഞാൻ ഇത് ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിക്കും. പക്ഷെ നടക്കില്ല. വൈ? ഇത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങൾ ഒറ്റയടിക്ക് 100-ൽ നിന്നും 0-ലേക്ക് ആക്കാൻ നോക്കുന്നത് കൊണ്ടാണ്. ഇതിനു പകരം നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് 2 ദിവസം കൂടുമ്പോൾ ആക്കണം, വീക്കിലി 3 തവണ, വീക്കിലി 2 തവണ, വീക്കിലി വൺസ് ആൻഡ് സോ ഓൺ എന്ന രീതിക്ക് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് ഏത് ബാഡ് ഹാബിറ്റും എലിമിനേറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. 8. നോട്ട് ടുഡേ മൈൻഡ് സെറ്റ്. ഇത് ശരിക്കും എഫക്റ്റീവായ ഒരു മെന്റൽ ട്രിക്കാണ്. നിങ്ങൾക്ക് ട്രിഗർ വരുമ്പോൾ എന്നേക്കുമായി നിർത്തി എന്ന് പറയരുത്. കാരണം ആ ഒരു വലിയ തീരുമാനം ബ്രെയിനിന് വളരെ ഹെവി ആയിരിക്കും. അതുകൊണ്ട് ബ്രെയിൻ തിരിച്ച് ഫൈറ്റ് ചെയ്യും. ഇതിനു പകരം ഇന്ന് എന്തായാലും ഇല്ല എന്ന് തീരുമാനിക്കുക. ഇന്ന് നിങ്ങൾ വിജയിക്കും, നാളെയും ഇത് തന്നെ പറയുക. അങ്ങനെ പയ്യെ പയ്യെ ഈ വിജയങ്ങൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ആ ലൂപ്പ് പൊട്ടിച്ച് വെളിയിൽ വരും. ചില ദിവസങ്ങളിൽ പാളിപ്പോയേക്കും, ബട്ട് ഇറ്റ്സ് ടോട്ടലി ഓക്കെ. താജ്മഹൽ ഉണ്ടാക്കാൻ പോലും 22 വർഷമാണ് എടുത്തത്. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. 9. ഗെറ്റ് സം ഹെൽപ്പ്. നിങ്ങൾക്ക് ഈ ദുശീലം സീരിയസ് ആയി അഫക്ട് ചെയ്യുന്നുവെങ്കിൽ, ലൈക്ക് അഫക്റ്റിംഗ് യുവർ കോൺഫിഡൻസ്, ഫോക്കസ് ഓർ മെന്റൽ ഹെൽത്ത്, ആരോടെങ്കിലും സംസാരിക്കുക. തെറാപ്പിസ്റ്റോ, കൗൺസിലറോ, ക്ലോസ് ഫ്രണ്ട്സോ, കസിൻസോ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും. ചില സ്ഥലത്ത് റിയൽ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാവും, നിങ്ങളെ പോലെ തന്നെ ഹെൽപ്പിനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് വരുന്നവർ. ബട്ട് നമ്മളുടെ ഇവിടെ, എസ്പെഷ്യലി കേരളത്തിൽ, ഇത് വളരെ റെയർ ആണ്. കാരണം മെന്റൽ ഹെൽത്തിന് ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ വില കൊടുക്കാത്തവരാണ് ചുറ്റുമുള്ളത്. എനിവേ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. See you next one. I can't wait to see you on my next video. Stay happy, stay healthy.